Those who bring light into the world and create meaningful change are often hailed as heroes. Heroes are the individuals who inspire us with their extraordinary deeds and set powerful examples for society to follow. As the saying goes, actions speak louder than words. And Sri Bijoy sir, currently working as DYSP Crime Branch Economic Offences Wing, Thrissur, exemplifies this truth. Sir, a native of Irinyalakuda, is a distinguished professional with a robust academic foundation, holding a PG and MPhil from Alagappa University, Tamil Nadu. With his unwavering dedication and exemplary service, he stands as a role model for the younger generation, proving that commitment and integrity can truly make a difference. It is with great pride and honor that I warmly welcome Sri Bijoy sir for the inaugural address. Sir, please. വേദിയിലും എനിക്ക് മുന്നിലും ഒരുപാട് വിശിഷ്ട വ്യക്തികളുണ്ട്. പാരൻസ്, ടീച്ചേഴ്സ്, പ്രിയ വിദ്യാർത്ഥികളെ എല്ലാവർക്കും നമസ്കാരം. 2 മണിക്ക് കുറച്ച് മുമ്പായിട്ട് ഞാൻ വന്നു. അപ്പോൾ തൊട്ടിങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്കൂളിലേക്ക് വരുന്നത്. വലപ്പാട് ജോലി ചെയ്യേണ്ടി വന്നിട്ടില്ല. അവിടെ നിന്ന് കയറുമ്പോൾ കുറേ പാരൻസും PTA പ്രസിഡന്റ് അവരൊക്കെ ഞാൻ തോന്നുന്നു അവരവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. യൂണിഫോംഡ് ആയിട്ടുള്ള കുറേ ടീച്ചേഴ്സ് ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്. നേരെ എന്നെ കൊണ്ടുപോയി അവിടെ നോക്കിയപ്പോൾ എന്തോ സദ്യ ഒരുക്കിയ പോലെ കുറേ പേർക്കുള്ള ടീം ഇതെല്ലാം അവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു, ഇത് ഇങ്ങനെയൊക്കെ സംവിധാനങ്ങളുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, ഇതുമായി ബന്ധപ്പെട്ട ഈ വിദ്യാലയവുമായി ബന്ധപ്പെട്ട് കുറച്ച് പേരെയൊക്കെ വിളിച്ച് അവർക്കൊരു ചായ കൊടുക്കുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടി അത് തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് പുറത്തിറക്കി ബാൻഡ് സെറ്റ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ കുറേ കുഞ്ഞുങ്ങൾ നല്ല റോസാപ്പൂവും പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്, ഇൻവൈറ്റ് ചെയ്യാനായിട്ട്, വെൽക്കം ചെയ്യാനായിട്ട്. ഇങ്ങോട്ട് കയറി വന്ന് വെൽക്കം ചെയ്യുന്ന കുറേ ലൈവ് ഇൻഡോർ പ്ലാന്റ്സ്. ഞാൻ നോക്കുകയായിരുന്നു. ഈ വിളക്ക് കൊളുത്തി കഴിഞ്ഞപ്പോൾ കയ്യുമ്മയുള്ള എണ്ണ കളയാനായിട്ടൊരു ടിഷ്യൂ പേപ്പർ സിസ്റ്റർ അവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഞാനിതൊക്കെ നിങ്ങളോട് പറയാൻ കാരണം, ഇപ്പുറത്തിരിക്കുന്ന പാരൻസിന് നഷ്ടമാവില്ല. അതായത് ഇത്രയ്ക്കൊക്കെ കീനായിട്ട് ഓരോ ഏരിയയിലും ഒബ്സർവ് ചെയ്ത് അതിന് വേണ്ട മാറ്റങ്ങൾ ഒബ്സർവ് ചെയ്ത് ഒരു നോർമൽ ഒരു പ്രൊസീജിയർ ഉണ്ട് സാധാരണ നിലയ്ക്ക് ചെയ്യുന്ന, അതിൽ നിന്നും വ്യത്യസ്തമായി ചെയ്യണമെന്നും അതിലെ മാറ്റങ്ങൾ ഉൾക്കൊള്ളണമെന്നും ആ മാറ്റത്തിനനുസരിച്ച് സഞ്ചരിക്കണമെന്നും എല്ലാം ചിന്തിക്കുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ടെങ്കിൽ അത് അവരാണല്ലോ അതിൻ്റെ മാസ്റ്റർ മൈൻഡ്. ഇവിടെ അങ്ങനെ ഒരു വിഭാഗമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നഷ്ടമാവില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇന്ന് നീഡ് ഓഫ് ദ അവർ എന്നൊക്കെ പറയും. ഇന്നത്തെ ആവശ്യം അത് തന്നെയാണ്. വിദ്യാഭ്യാസം എന്നതുകൊണ്ട് നമ്മൾ സാധാരണ പറയാറുള്ള A+B ഹോൾ സ്ക്വയറും 2AB ഇതൊന്നും നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് വേണ്ട. ടീച്ചേഴ്സ് കൊല്ലം മുഴുവൻ പഠിപ്പിക്കുന്ന സാധനം നമുക്ക് ChatGPT കിട്ടും, മെറ്റാ AI കിട്ടും. ഇനി 25 കൊല്ലത്തെ സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമുക്ക് കിട്ടും, ക്വസ്റ്റ്യൻസും കിട്ടും. ഇനി എന്താണോ പഠിപ്പിക്കാൻ പോകുന്നത് അതും കിട്ടും. എന്തൊക്കെ എക്സാംസ് ഉണ്ടോ അതും കിട്ടും.
അതുകൊണ്ട് തന്നെ ആ വിദ്യാഭ്യാസം എന്ന ആ ഫോർമാലിറ്റി അത് ഓരോ ദിവസം ചെല്ലും തോറും അപ്രസക്തമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പിന്നെന്തിനാ വിദ്യാലയത്തിൽ വരുന്നേ? വിദ്യാലയത്തിൽ നമ്മൾ വരുന്നത് വേറെ കുറേ കാര്യങ്ങൾ കൂടിയുണ്ട്. സമൂഹത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു വ്യക്തി, സമൂഹത്തിലെ ഒരു സാമൂഹ്യ ജീവിയായി മാറേണ്ടത് ഇന്നത്തെ അത്യാവശ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും കളക്ടേഴ്സും എല്ലാവരും പ്രധാനമന്ത്രിമാരും ഒന്നും ആയില്ലെങ്കിലും എല്ലാവരും സമൂഹത്തിന് ആവശ്യമുള്ള ഒരാളാണെന്ന് വരണം. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞ ഞങ്ങളുടെ കയ്യിൽ പെടരുത്. അതായത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ളവരുണ്ടാകേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ ടൂൾ എന്ന് പറയുന്നത് ടീച്ചർക്ക് വടി പോലെ ഞങ്ങൾക്ക് ജയിലാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് ആവശ്യമുള്ള ജനങ്ങളെ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ചുമതല. ഇവിടെ നമുക്ക് ഏറ്റവും അധികം അത്യാവശ്യം വരുന്നത് സമൂഹത്തിൽ കാണുന്ന, നിങ്ങൾ കേൾക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു തരം തരിപ്പാണ് ഇന്ന് പാരൻസിന് എല്ലാവർക്കും. സമൂഹത്തിൻ്റെ പോക്ക് കണ്ടിട്ടും അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളത്, അവിടെ ഡ്രഗ്സ്, ഇവിടെ മൊബൈൽ, അവിടെ ഇൻസ്റ്റാ, തേങ്ങ മാങ്ങാന്നൊക്കെ പറഞ്ഞ് വലിയ ടെൻഷനിലാണ് പാരൻസ് എല്ലാവരും. ഇതാരോട് പറയും? ഇത് പറഞ്ഞാൽ വല്ല ഗുണമുണ്ടോ? ഇനി എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പറ്റുക? എനിക്ക് അവരോട് സംസാരിക്കാൻ പറ്റുന്നില്ല, ടീച്ചേഴ്സിന് പറ്റുന്നില്ല സംസാരിക്കാൻ. ടീച്ചേഴ്സ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 3rd ഡിഗ്രി ആയി പോവുമെന്ന് പോലീസ് നോക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. പാരൻസിനെ ഉപദ്രവിക്കാൻ നടന്ന കൊച്ചെന്താണാവോ ചെയ്യുക? എനിക്ക് സ്വന്തം കുട്ടിയെ ചീത്ത പറയാനായിട്ട് പറ്റാത്ത പാരൻസ്, സ്വന്തം കുഞ്ഞുങ്ങളെ കുറച്ച് എന്താ പറയുക ഒന്നും കൂടിയും ശാസിച്ച് അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റാത്ത ടീച്ചേഴ്സ്, ഞങ്ങൾക്ക് ഇങ്ങോട്ട് കയറാനേ പറ്റില്ല. പോലീസിന് സ്കൂളിലേക്ക് കയറാനേ പറ്റില്ല. കാരണം എല്ലാം 17 വയസ്സും ഒക്കെയുള്ള കുഞ്ഞുങ്ങളാണ്, അതിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും വന്നാൽ അവരെ സാന്ത്വനിപ്പിക്കാനേ പറ്റുള്ളൂ. മറിച്ച് നേരെ വേറൊരു ഇതിലേക്ക് ഒരു ഭീഷണി സ്വരത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ യൂണിഫോം ഊരിട്ടിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട്, കുട്ടികളുടെ മുന്നിൽ യൂണിഫോം പാടില്ല എന്ന് കൂടെയുണ്ട്. അപ്പോൾ ഈ നോക്കേണ്ട ടീച്ചറും വീട്ടിൽ നോക്കേണ്ട പേരൻറ്റും ഇനി നിയമം നോക്കേണ്ട ഞാനും ഈ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞു മാറി നിന്നാൽ ഇന്നത്തെ ഏറ്റവും എന്താ പറയുക ഏറ്റവും കലുഷിതമായ ഈ സാഹചര്യത്തിൽ എങ്ങനെ കുഞ്ഞുങ്ങളെ നോക്കും? അത് ആര് നോക്കും? ഇത് നമുക്കെല്ലാവർക്കും തന്നെ ഉള്ളിലുള്ള ഒരു കാര്യമാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് നമ്മൾ എപ്പോഴും വാട്സപ്പും ഫേസ്ബുക്കൊക്കെ നോക്കി, മാതൃഭൂമിയിൽ 8ാം കോളം എന്ന് പറയും സാധാരണ, അതായത് ചരമക്കോളമാണ്. അപ്പോൾ എന്നും ആരൊക്കെ മരിച്ചുപോയി എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കാതെ പത്രത്തിലെ ഫ്രണ്ട് പേജും നമ്മുടെ സിനിമ കഥയുള്ള അല്ലെങ്കിൽ സിനിമ വരുന്ന ഇതുകളും സ്പോർട്സ് പേജും ഒക്കെ ഒന്ന് നോക്കുക. നമുക്ക് അനന്തമായ സാധ്യതകളുള്ള ഒരു സമൂഹമുണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കുക. അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾ 10,000 മീറ്റർ നടത്തമാണ് ഇന്ന് നടക്കുന്നതെങ്കിൽ അപ്പുറത്ത് 100 മീറ്റർ ഓട്ടം, സെക്കൻഡ്സ് കൊണ്ട് 100 മീറ്റർ ഓടുന്ന കുഞ്ഞുങ്ങൾ അപ്പുറത്തുണ്ടെന്ന ബോധ്യം നമുക്കുണ്ടാകുക. അവിടേക്കുള്ള ഒരു ചുവടുമാറ്റം അല്ലെങ്കിൽ സ്പീഡ്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സമൂഹം ഉണ്ടെന്ന് കൃത്യമായി ബോധ്യപ്പെടുക. അതിനനുസരിച്ച് കുഞ്ഞുങ്ങളെ മാറ്റാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. ഞാൻ നോക്കിയപ്പോൾ ഇവിടെ കണ്ട കുട്ടികളുടെ ബാൻഡ് സെറ്റും ആദ്യത്തെ രംഗപൂജ എന്ന് പറയുന്ന ഡാൻസും ഒക്കെ, അത് പ്രാർത്ഥനയാണെങ്കിലും അവർ ചെയ്തത് വളരെ ഗ്രേഷ്യസ് ആയിട്ടാണ് അതൊക്കെ ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ആ കുഞ്ഞുങ്ങളെ എത്രത്തോളം അവരെ മോൾഡ് ചെയ്യാനായിട്ട് ഉപകരിക്കും എന്നുള്ളത് സത്യം നിങ്ങൾ മനസ്സിലാക്കുക. കുഞ്ഞുങ്ങളെ കുറേ സ്പോർട്സിന് വിടുക, ആർട്സ് എന്തൊക്കെ പ്രോഗ്രാംസ് ഉണ്ടോ അതിലെല്ലാം കൾച്ചറലിയും അവർ പഠിക്കട്ടെ. അവിടെ നിന്ന് സ്വന്തം ശരീരത്തെ പറ്റി ബോധമുണ്ടാവട്ടെ. അവർക്ക് സ്വന്തം ശരീരം കീപ്പ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത അവർക്ക് മനസ്സിലാവട്ടെ.
മറ്റ് ഡ്രഗ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഒഴിവാവേണ്ട ആവശ്യകതയും കൂടിയും അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനായിട്ടായിരിക്കണം ഒരു വിദ്യാലയം ഉണ്ടാവേണ്ടത്. തീർച്ചയായും ഇത്തരം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എത്രയും കൂടുന്നോ ക്ലാസ്സിൽ എത്രയും നമ്പർ ഓഫ് ആക്ടിവിറ്റീസ് കൂട്ടാൻ പറ്റുന്നോ അത്രയും കുഞ്ഞുങ്ങൾക്ക് അത് വലിയ ഉപകാരമായി മാറുന്നതാണ് ഞങ്ങളുടെയൊക്കെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. കാരണം എപ്പോഴും ഞങ്ങളുടെ അടുത്തേക്ക് വരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവരോട് ചോദിക്കുമ്പോൾ ഏറ്റവും അവസാനം ചെന്നെത്തുന്നത് അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അവർക്ക് ലഭിക്കാതെ പോയ സ്നേഹം, കരുണ, അല്ലെങ്കിൽ ആർദ്രത, അങ്ങനത്തെ ചിലതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ആ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പം നമുക്ക് അവിടേക്കാണ് ആ കുഞ്ഞുങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടത്. അതിന് നിങ്ങൾ എക്യുപ്ഡ് ആവുക. എക്യുപ്ഡ് ആവാനായിട്ട് എനിക്ക് തോന്നുന്നു കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ കാണുന്ന ഇപ്പോൾ ഇവിടെ 12th വരെ ഉണ്ടല്ലോ അല്ലേ സിസ്റ്ററെ? 12th വരെയുണ്ട്. 12th പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ചിരി കുറഞ്ഞു പോയോ എന്നൊക്കെ ചില സമയത്തൊക്കെ എനിക്ക് തോന്നിപ്പോവാറുണ്ട്. ചിരിക്കാൻ മറന്നുപോയി അവർക്ക് ചില സമയത്തൊക്കെ ഈ സെൽഫി എടുക്കുമ്പോഴൊക്കെ, കുട്ടികൾ സെൽഫി എടുക്കുമ്പോഴൊക്കെ അവരുടെ മുഖത്ത് ചെറിയ പുതിയ ഭാവങ്ങളൊക്കെ വരിക, പണ്ടില്ലാത്ത ഭാവങ്ങളൊക്കെയാണ് ആ കുഞ്ഞുങ്ങളുടെ മുഖത്ത് കാണുന്നത്. അപ്പോൾ ഇത്രയും രൗദ്രതയൊക്കെ എവിടെ നിന്നാണ് വന്നത് കുഞ്ഞുങ്ങൾക്കെന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അത് നമ്മൾ കളിക്കുന്ന ഗെയിമിലൂടെ ആയിരിക്കാം. ഞങ്ങൾ സാധാരണ പറയും, അതായത് എന്താ പറയുക, നീഡ് ഫോർ സ്പീഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ PUBG ആയിക്കോട്ടെ, കൊല്ലുന്നതും കുത്തുന്നതും റേസ് ചെയ്ത് ആളുകളെ ഇടിച്ചിടുന്നതും ഒക്കെ ആയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ഗെയിമുകളിലൂടെയൊക്കെ ആയിരിക്കാം ആ കുഞ്ഞുങ്ങൾക്കുള്ള ആ രൗദ്രം വന്നിട്ടുള്ളത്. രൗദ്രത ഒന്ന് കുറയ്ക്കാനായിട്ട് നിങ്ങളുടെ ആർദ്രത കൊണ്ട് സാധിക്കും. ദയവ് ചെയ്ത് കുറച്ച് സമയം കുഞ്ഞുങ്ങളെ എന്തൊക്കെയാണ് ആ വിദ്യാലയത്തിൽ നടന്നതെന്നും, അല്ലെങ്കിൽ പുറത്ത് ആരൊക്കെയാണ് ഫ്രണ്ട്സ് എന്നും, ആ ഫ്രണ്ട്സ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനുള്ളൊരു സമയം പ്രിയപ്പെട്ട പാരൻസ് കൂടെ കണ്ടെത്തണം. അങ്ങനെ അവരെ നമ്മുടെ സമൂഹത്തിലേക്ക് ആവശ്യമുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ 100 മീറ്റർ ഓടുന്ന സമൂഹത്തിലേക്ക് നമ്മൾ ആ ഒരു സ്ലോ പേസിൽ നിന്നും സ്പീഡിലേക്ക് എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. തീർച്ചയായും ഇത്തരം കാര്യങ്ങളെല്ലാം അതിന് ഉപകരിക്കും. അങ്ങനെയുള്ള നല്ല കുഞ്ഞുങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞ ഗെയിംസിൻ്റെയും സ്പോർട്സിൻ്റെയും ഫിലിമിൻ്റെയും ചിരിയുടെയും കളിയുടെയുമായിട്ടുള്ള ഒരു ലോകം പ്ലസ് അവരുടെ പഠനവും ഒരുമിച്ച് കൊണ്ടുപോയി നല്ല സാമൂഹിക ജീവികളായി മാറാനായിട്ട് ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് സാധിക്കും. തീർച്ചയായും അതിനുള്ള കഴിവ് ആ കുഞ്ഞുങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾക്ക് പാരൻസിനും ടീച്ചേഴ്സിനും ഒപ്പം എൻ്റെ റെസ്പോൺസിബിലിറ്റിയും ഞാൻ കളയുന്നില്ല. നമുക്കെല്ലാവർക്കും കൂടി ആ കുഞ്ഞുങ്ങളെ ഉയരങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കട്ടെ. അതിനെ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നല്ല ചടങ്ങിന് വിളിച്ചതിൻ്റെ സംഘാടകരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.